ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘനത്തിൽ മാനന്തവാടി ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചും ഇന്ന് നടന്നു. യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ഈ മാർച്ചും സംഘടിപ്പിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ഒളിച്ചുകളി ഉണ്ടെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ നടപടി പോലീസിന്റെ കൈവശം എന്തായാലും ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ആകാശ് തില്ലങ്കേരി വയനാട്ടിലൂടെ നിയമലംഘനം യാത്ര നടത്തിയത് ഈ മാസം 7-ാം തീയതിയാണ്. പോലീസിന്റെ CCTV ദൃശ്യങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ശേഖരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ ഉപേന്ദ്രനാരായണൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ, ഒപ്പം ജോർജ് ജോസഫ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഈ ആകാശ് തില്ലങ്കേരി എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ നടത്തിയ ആ യാത്ര, ജീപ്പ് യാത്രയാണ് വളരെ ഗൗരവമേറിയ വിഷയമായി മാറുന്നത്. കാരണം നമുക്കറിയാം, ദിനം പ്രതി നമ്മുടെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ ഉയരുന്നു. റോഡിലെ വയലേഷൻസ്, അപകട യാത്രകൾ ദൈനംദിനം എന്ന വണ്ണം എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയത്താണ് ഒരു കൊടും ക്രിമിനൽ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് പോലീസിനെയും MVD-യൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സാഹസിക യാത്ര നടത്തി അത് റീൽസാക്കി മാറ്റി ലക്ഷക്കണക്കിന് ലൈക്ക് നേടുക എന്ന തരത്തിലേക്കുള്ള പ്രചരണത്തിലേക്ക് എത്തുന്നത്. അതിന്മേലാണ് ഹൈക്കോടതി ഗൗരവമേറിയ ഒരു വിഷയമായി ഇത് കാണുകയും ചെയ്തിരിക്കുന്നത്. എന്ത് തിരുത്തൽ ഈ വിഷയത്തിൽ വേണ്ടിവരുന്നതാണ്? MVD-യുടെ അടക്കം മെല്ലപ്പോക്ക് കൂടി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതാണ്. ഒരു ഉടനടി ഒരു ആക്ഷൻ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ. ശ്രീ ജോർജ് ജോസഫ്. ഏതായാലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിരീക്ഷണമാണ് വന്നിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരി മട്ടന്നൂർ ഷൂവൈ കൊലക്കേസിലെ പ്രതിയാണ്. ഒരാളെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ്. അതിനൊന്നും അയാൾക്ക് ഭയമില്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൻ്റെ വയലേഷൻ നടത്തുന്നതിലും ഭയമില്ല. ഇവിടെ സർവ്വസാധാരണമായ ഒരു നിയമമാണ്. എല്ലാ വാഹനത്തിനും അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വേണം, ടാക്സ് അടച്ചിരിക്കണം. അതിൽ യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ വാഹനത്തിൻ്റെ വയലേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നിരവധി ഒഫൻസ് ഈ കേസിനകത്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മുറയിലുള്ള ഒരു ഉടമസ്ഥൻ്റെ വാഹനം എടുത്തുകൊണ്ടാണ് ഇയാൾ പോയിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നതോടുകൂടി പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ നടപടി കടുപ്പിച്ചേ പറ്റുള്ളൂ. ഈ വാഹനത്തിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഇത് സർക്കാർ പിടിച്ചെടുക്കേണ്ടി വരും. അതിന് രജിസ്ട്രേഷൻ നമ്പറൊന്നും ഇല്ല. രണ്ടാമത് അയാൾ ആ വാഹനം ഓടിക്കുന്ന സമയത്ത് കാണിക്കുന്ന വയലേഷൻ എത്രയുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്, നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അയാളൊരു കൊലക്കേസ് പ്രതിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. അടിയന്തരമായിട്ട് വേറെ സബ്സിക്വൻ്റായിട്ട് ഏത് ഒഫൻസ് നടത്തിയാലും ജാമ്യം ക്യാൻസൽ ചെയ്തേ പറ്റൂ. ഇവിടെ ഗുരുതരമായ ഒരു ലംഘനം, മോട്ടോർ വെഹിക്കിൾ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ ഒറിജിനൽ ബെയിൽ ക്യാൻസൽ ചെയ്യാനുള്ള നടപടി പോലീസ് നടത്തണം. അത് ഹൈക്കോടതി തന്നെ മിക്കവാറും അത് നടപ്പാക്കുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്ത് വിശദീകരണം ചോദിക്കും. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വാഹനം ഇന്ന് തന്നെ പിടിച്ചെടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പിടിച്ചെടുക്കാൻ മാത്രമല്ല, അതിൻ്റെ ലൈസൻസ് ഏതായാലും അതിനൊരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കാം, അത് ക്യാൻസലാവും. അത് സർക്കാരിലേക്ക് മുതൽ കൂട്ടണം ആ വാഹനം. അതിനി ഓടിക്കാൻ പാടില്ല. കാരണം ലൈസൻസ് ഇല്ലാതെയും രജിസ്ട്രേഷൻ ഇല്ലാതെയും നിയമപരമായ എല്ലാ വയലേഷനും അതിൻ്റെ അകത്ത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് വയലേഷൻ കാണിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് ഇനി അതിനപ്പുറത്തോട്ട് യാത്ര ചെയ്യേണ്ട. ഇവിടെ ചില നിയമങ്ങളൊക്കെ നാട്ടിലുണ്ട്. നമുക്ക് അത് വയലേറ്റ് ചെയ്ത് മിടുക്കരായി പോകാവുന്ന ഒരു ഹീറോ ചമഞ്ഞ് ഹീറോയിസത്തിന്റെ പരിവേഷത്തോടുകൂടി ഇങ്ങനെയൊക്കെ റീൽസ് ഇട്ട് സിനിമയെ വെല്ലുന്ന ഇപ്പൊ പല സിനിമകളുമുണ്ടല്ലോ. ഇതിന് കുടപിടിക്കാൻ തക്ക രീതിയിലുള്ള സിനിമകളും വരുന്നുണ്ടല്ലോ. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, പക്ഷേ തെറ്റായ സന്ദേശം നൽകാൻ പാടില്ല. അതൊക്കെ ഏറ്റുപിടിച്ച് ഒരുപാട് റീൽസ് എന്ന് പറയുമ്പോൾ അത് ഒരു തെറ്റായ സന്ദേശമാണ്. നേരത്തെ നമ്മൾ പലകുറി മാതൃഭൂമി ന്യൂസ് ഇതിലെ അപകടങ്ങൾ ശ്രീ ഉപേന്ദ്രനാരായണൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തു. ഓരോ ദിവസവും ഓരോന്നാണ് കാണപ്പെടുന്നത്, ഓരോ രീതിയിലാണ് വയലേഷൻ വരുന്നത്. നമ്മൾക്ക് കോടികൾ മുടക്കിയാണ് അങ്ങ് ദിക്കിന് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്യാമറകളൊക്കെ അതിൽ പിടിക്കുന്നുണ്ടോ? ഈ ആകാശ് തില്ലങ്കേരി പോലെ ഉള്ള ആളുകൾ, കാരണം ആകാശ് തില്ലങ്കേരി തന്നെ അങ്ങ് ഇട്ട് കൊടുത്തതാണ്. കാരണം ഈ റീൽസ് അപ്പോഴാണ് പിടിവീഴുന്നത്. അല്ലാതെയുമൊക്കെ ഈ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ വാഹനം അല്ലാതെ മുമ്പും ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയ ഒരു ജീപ്പാണിത്. വയനാടുകാരൻ്റെ മലപ്പുറംകാരൻ്റെ ഒരു വാഹനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പിഴവുകൾ, ഈ സംവിധാനത്തിൻ്റെ പിഴവുകൾ കൂടിയാണോ ഈ ദൃശ്യമാകുന്നത് ശ്രീ ജോർജ് ജോസഫ്? ഒപ്പം ഇവർക്കൊക്കെ എങ്ങനെ വിഹരിക്കാൻ കഴിയുന്നു എന്നുള്ളതും പ്രധാനമല്ലേ?
ഇവിടെ നിയമത്തെയും പോലീസിനെയും ഒന്നും ഭയമില്ല. നമുക്ക് CCTV ക്യാമറ അവിടെ ഇവിടെയൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇപ്പോൾ ഒരു പ്രയോജനം, അതിൻ്റെ സർവീസിങ് ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഇത് ഇയാളുടെ ഈ വാഹനത്തിലുള്ള യാത്ര നമ്മൾ കണ്ടത് അയാൾ തന്നെ റീൽസ് ഇട്ടുകൊണ്ടല്ലേ, അല്ലെങ്കിൽ കാണില്ല, ആരും അറിയില്ല. അയാൾ റീൽസ് സ്വന്തമായിട്ട് ഇട്ടു, അയാൾ ചെന്ന് കുഴി ചാടി. എന്തായാലും നിയമത്തെ യാതൊരു ഭയമില്ലാത്തവരാണ് ആ ആകാശ് തില്ലങ്കേരിയും സംഘവും, അതിന് യാതൊരു സംശയമില്ല. കാരണം കൊലക്കേസിലാണ് പ്രതി അയാൾ ജാമ്യത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കോടതിയുടെ നടപടികൾ വരുന്നതിന് മുമ്പ് ഇയാളുടെ തീർച്ചയായിട്ടും അയാളുടെ ബെയിൽ ക്യാൻസൽ ചെയ്യാനുള്ളൊരു നടപടി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമത് ആ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സീസ് ചെയ്യണം. അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ നോക്കണം, അത് പെർമനൻ്റായിട്ട് ക്യാൻസൽ ചെയ്യണം. അയാളുടെ കൂടെ ഇരുന്നവർ ആരൊക്കെയാണ്, അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എന്ന് നമ്മൾ അറിയണം. കാരണം രജിസ്ട്രേഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് ഇനി നോക്കേണ്ടിയിരിക്കുന്നു, ഇല്ലാത്ത ഒരു വാഹനത്തിൽ കയറി ലൈസൻസ് ഉള്ളവർ സഞ്ചരിക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഹൈക്കോടതി അത് കൃത്യമായിട്ട് ഓരോന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഏതായാലും അതിശക്തമായ നടപടി ഇന്ന് തന്നെ ആ വാഹനം പിടിച്ചെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കണം. അതുകൊണ്ട് വാഹനം എങ്ങോട്ട് പോയി എന്ന് നമുക്കറിയില്ല. ഏതായാലും പനമരം പോലീസ് ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാകുന്നത്. ഏതായാലും കേരളത്തിൽ പൊതുവേ നമ്മൾ നോക്കുമ്പം എത്ര ഇപ്പം തന്നെ ആ KSRTC ബസ്സിൻ്റെ മുമ്പിൽ ഒരാൾ അയാൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പുറകെ കൊണ്ടുവന്ന് അങ്ങ് ഇടിച്ച് തെറിപ്പിച്ച് അവരങ്ങ് പോകുകയാണ്. ആ ഭാഗ്യം കൊണ്ട് അയാൾ നല്ല ഹെൽത്ത് ഉള്ളതുകൊണ്ട് ചാടി മറിഞ്ഞ് രക്ഷപ്പെട്ടു വരും. നമ്മളിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ നമുക്കറിയാം, ആവേശം സിനിമയുടെ കാര്യം എടുത്തു, കുട്ടികളെല്ലാം കണ്ടില്ലേ, അവരെല്ലാം ഓരോ റീൽസ് ഇടുകയാണ്. അവർക്ക് ആൾക്കാർക്ക് ഉപദ്രവമൊന്നും അല്ല അവർ നോക്കുന്നത്, സ്വന്തം കാര്യം നോക്കി പോവുകയാണ്. ഈ ക്രിമിനൽസ് ആയിട്ടുള്ള സ്വഭാവമുള്ള പലർക്കും നമ്മൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ സ്കൂളുകളിൽ നടത്താറില്ലേ? അതുപോലെ ഇപ്പോൾ ഗുണ്ടകളുടെ സംഗമമാണ് പല തലങ്ങളിലും ഈ ആവേശം സിനിമയുടെയൊക്കെ തന്നെ ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസ് പലയിടങ്ങളിലും അത് കൃത്യമായി ഇടപെടുന്നുണ്ട്, അത് ശ്ലാഘനീയമാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഉപേന്ദ്ര നാരായണൻ, നമ്മൾക്ക് എത്രയോ തവണയാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ അടിക്കടി ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ കേസ് വരുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ ബെഞ്ച് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. മാത്രമല്ല പ്രോസിക്യൂഷന് പോലും സമാനമായിട്ടുള്ള മറ്റ് ഈ ടൂറിസ്റ്റ് ബസ്സുകളുമായിട്ട് ഉള്ള ഈ നിയമലംഘനങ്ങളുടെ കാര്യത്തിൽ പ്രോസിക്യൂഷൻ അടക്കം മുന്നോട്ട് കൊണ്ടുപോകണം, ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കോടതി പറയുകയാണ്. കാരണം ഈ നിയമം, ഈ കൊടും ക്രിമിനലുകൾ, ആകാശ് തില്ലങ്കേരി എന്നത് ഒരു നന്മമരമല്ല. നന്മമരം എന്ന അദ്ദേഹത്തെ ഒരു കാരണവശാലും പറയാൻ കഴിയില്ലല്ലോ. കാരണം കൊടും ക്രിമിനലാണ്, ഒരു കൊലക്കേസിലെ പ്രതിയാണ്. ആ പ്രതിയാണ് ഈ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകിയിരിക്കുന്നത്. അത് ഏറ്റുപിടിച്ച് പാടാനും ഈ ഓരോ ലൈക്കുകളും, ഈ ലക്ഷക്കണക്കിന് ലൈക്കുകളാണ് ഓരോ റീൽസിനും അദ്ദേഹത്തിന് കിട്ടുന്നത്. ഒരു ലൈക്ക് എന്ന് പറയുമ്പോൾ ഓരോ പിന്തുണയാണ്. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമ്പോൾ ഒരു ലൈക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു മനസ്സിലേക്ക് കയറുകയാണ്, ആ ചിന്ത കയറുകയാണ്, ആ ഒരു ടെംപ്റ്റേഷൻ കയറുകയാണ്. അങ്ങനെ സമൂഹത്തിനൊരു കരടായി മാറുന്ന ഈ സംഭവത്തിൽ MVD കൃത്യമായി ചെയ്യേണ്ടത് എന്തായിരുന്നു? കോടതി കൂടി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ഒഴിവ് കഴിവുകളുടെ പോലെ ഇങ്ങനെ കാര്യങ്ങൾക്കൊരു മന്ദഗതി തുടക്കത്തിലേ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ യൂത്ത് കോൺഗ്രസിനൊക്കെ സമരം വരികയും ചെയ്യുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഏത് രീതിയിലുള്ള പണിഷ്മെന്റാണ് ഇവിടെ ഉണ്ടാകേണ്ടത്? ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതിൽ വലിയ നന്ദിയുണ്ട്. കൂടാതെ മാതൃഭൂമി ചാനൽ നിരന്തരം ഈ ഇത്തരം റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി ഇത് പ്രക്ഷേപണം ചെയ്യുന്നതിലും എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും റോഡിൽ മരിക്കുന്നതിന്റെ 60% പേര് ചെറുപ്പക്കാരാണ്. 18 വയസ്സിനും 40 വയസ്സിനുമുള്ള ഇടയ്ക്കുള്ള പ്രൈം ഏജ് ഗ്രൂപ്പാണ് മരണത്തിനിടയാവുന്നതും അവരുടെ ജീവിതം ഛിന്ന ഭിന്നമായി അവരുടെ കുടുംബത്തെ അനാഥമാക്കുന്നത്. അതൊക്കെ നമ്മൾ ചിന്തിക്കാനുണ്ട്. ഈ യുവാക്കൾ തന്നെയാണ് റോഡ് സുരക്ഷ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് ലൈക്ക് കിട്ടില്ല, അതേസമയം നിങ്ങൾ തിന്മ ചെയ്താൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലൈക്ക് കിട്ടുന്ന ഒരു സമൂഹമാണ് ഇതിനെ പിന്താങ്ങുന്നത്. ഇപ്പൊ ഇത്തരം സിനിമകൾ, അതായത് വയലൻസ് ഏറ്റവും പെരുകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സിനിമകൾ പ്രോപ്പറായിട്ട് സെൻസർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ യുവാക്കളുടെ പങ്ക്, പുതിയ തരം അക്രമങ്ങൾ, പുതിയ സ്ട്രാറ്റജീസ്, ഇതെല്ലാം കട്ട് ചെയ്ത് കളയേണ്ട സിനിമകളാണ് ആവേശം മാതിരിയുള്ള സിനിമകൾ. ഇതിന് ഗവൺമെന്റ് മുന്നോട്ട് വന്നേ മതിയോ. പിന്നെ ട്രാഫിക് ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പരിമിതമായ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ റോഡ് നീളെ അഭ്യാസങ്ങൾ നടത്തുകയാണ്. ഇങ്ങനെ ക്യാമറയിൽ പെട്ടാൽ, ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്താൽ ഗവൺമെന്റിന്റെ കൈ കിട്ടുമെന്നല്ലാണ്ട്
സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം വേണം. ഞാൻ ഒരിക്കൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് കേരളത്തിൽ 500ഓളം ഹൈവേ പോലീസ് വാഹനങ്ങളും ഓഫീസർമാരും ഉണ്ടാവണം. അതിനകത്ത് ഡയറക്റ്റ് SIമാരുണ്ടാവണം. ഇപ്പോൾ ഉള്ളതെല്ലാം തന്നെ കോൺസ്റ്റബിൾ മൂത്ത് ഗ്രേഡ് സബ് ഇൻസ്പെക്ടർമാരാണ് ഹൈവേ പോലീസിൽ ജോലി ചെയ്യുന്നത്. അതുപോരാ, ശക്തമായ നടപടികൾ എടുക്കാനായിട്ട് പറ്റുന്ന ആർക്കാണെന്ന് വെച്ചാൽ അക്കാഡമിയിൽ നിന്ന് ജസ്റ്റ് പാസ്സായി വന്ന പുത്തൻ SIമാരാണ്, ചെറുപ്പക്കാരാണ്. അവർക്കാണ് ഒരു ദയയില്ലാതെ ഇത്തരക്കാർക്ക് പണി കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഈ സംസ്ഥാന വാഹനങ്ങൾ കുറ്റങ്ങളുടെ ഒരു പറുദീസയാണ്. അതിന് റോഡിലല്ല തടയേണ്ടത്, അത് ട്രിപ്പ് എവിടെ അവസാനിപ്പിക്കും. ഇപ്പൊ തമ്പാനൂര് ബസ് അതിന്റെ ഡെസ്റ്റിനേഷൻ അവിടെ തീരുമ്പോ തന്നെ വണ്ടി ചെക്ക് ചെയ്യണം. അതിനകത്ത് എത്ര കുറ്റമുണ്ടോ അതിന്റെ ഇരട്ടി പിഴ ഈടാക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാകണം. അതിലൊന്നും ഒരു കോംപ്രമൈസ് പാടില്ല. അതേപോലെ തന്നെയാണ് ഇപ്പൊ എറണാകുളത്ത് വരുന്ന അതാണ് ശ്രീ ഉപേന്ദ്രനാരായണൻ. കാരണം കയ്യിൽ നിന്ന് കാശ് പോയി കഴിയുമ്പോൾ കീശയിൽ നിന്ന് കാശ് പോകുമ്പോൾ വേദനിക്കും, പിന്നെ അത് ചെയ്യാൻ തോന്നത്തില്ല. അതാണ് നമ്മൾ ഈ പണിഷ്മെന്റിന്റെ കാര്യം. അപ്പോൾ ഈ ഇത്തരം നിയമലംഘനങ്ങൾക്ക് ഇരട്ടി ഈ ശിക്ഷ കൊടുക്കണം. അത് ഇനി ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഉണ്ടാകണം. പിന്നെ ഈ സസ്പെൻഷന്റെ കാര്യത്തിലൊക്കെ കടുപ്പിക്കൽ ഉണ്ടാകണം. ഇപ്പോൾ ആശുപത്രികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിരക്കാണ്. രോഗികൾ മാത്രമല്ല അവിടെയുള്ളത്, ഈ സാമൂഹ്യ സേവനത്തിനായി എത്തുന്ന ഇത്തരത്തിലുള്ള നിയമലംഘകരുടെ എണ്ണവും ഈ ആശുപത്രിയിൽ കൂടി വരികയാണ്. അപ്പോൾ അതൊന്നും കൊണ്ടൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആകാശ് തില്ലങ്കേരിയൊക്കെ സാമൂഹ്യ സേവനത്തിനൊക്കെ വിട്ടാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ താങ്കൾ. കൊലക്കേസിലെ പ്രതിയാണ്. അപ്പോൾ അതൊന്നും കൊണ്ടൊന്നും മനംമാറ്റം ഉണ്ടാകില്ല. കാരണം ചെയ്യേണ്ടത് എന്താണ്? ഈ ബെയില് നേരത്തെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ബെയിലടക്കം ക്യാൻസൽ ചെയ്യണം. ആ രീതിയിലേക്കൊക്കെ നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടാകണം. പോലീസ് ചെയ്യുമെന്ന് ഒരിക്കലും നമുക്ക് ഒരു ചിന്തയും വേണ്ട. MVD പോലും പതുങ്ങി ഭയന്ന് മുട്ടിടിച്ചാണ് ഈ നടപടിയിലേക്ക് പോകുന്നത് എന്ന് തോന്നിപ്പോവും. എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഉപേന്ദ്രനാഥനിലേക്ക് എത്തും മുമ്പ് കമൽ, ഞങ്ങളുടെ പ്രതിനിധി, ഈ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെ നടപടികൾ, അവിടുത്തെ MVDയുടെയൊക്കെ തന്നെ പരിശോധന സംബന്ധിച്ച് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കമൽ, ഈ കേസിൽ കോടതിയുടെ ഇടപെടൽ വന്നു കഴിഞ്ഞു. എങ്ങനെ പോകുന്നുണ്ട്? ധൃതിയായിട്ട് തന്നെ നിയമ നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ? വിശ്വസിക്കാമോ? പ്രജീഷ്, വയനാട് എൻഫോഴ്സ്മെന്റ് RTO ആണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. കാരണം ഈ സഫാരി ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ യാത്ര നടന്നത് വയനാട്ടിലാണ്. വയനാട് MVDയുടെ പരിധിയിലാണ്. പനമരം ടൗണിലും പരിസരത്തുമൊക്കെയാണ് ഈ ജീപ്പ് യാത്ര നടന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ വയനാട് എൻഫോഴ്സ്മെന്റ് RTO അന്വേഷിച്ചത്. ഈ അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ നിയമലംഘനങ്ങൾ ഒരുപാട് കണ്ടെത്തി. ആകാശ് തില്ലങ്കേരി സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല, വണ്ടിയിൽ ഒരുപാട് ഓൾട്ടറേഷൻ വരുത്തിയിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ പോലും പ്രദർശിപ്പിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥയിലുള്ള ജീപ്പാണെന്ന് മനസ്സിലായത്. ആ ജീപ്പിന് നേരെ ഇതിനു മുൻപ് 3 തവണ MVDയുടെ നടപടി ഉണ്ടായിട്ടുണ്ട് നിയമലംഘനങ്ങൾക്ക്. എന്തായാലും ഇതിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകും എന്നാണ് MVD അറിയിച്ചിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് മലപ്പുറം RTO ആണ്. വയനാട് എൻഫോഴ്സ്മെന്റ് വിഭാഗം അതിനുള്ള ശുപാർശ മലപ്പുറത്തേക്ക് കൈമാറും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു ഡെവലപ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്, ഈ പനമരത്ത് MVDയുടെ ക്യാമറയുണ്ട്, അതിന് പുറമെ പോലീസിന്റെ ക്യാമറകൾ ഒരുപാട് ഈ ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറ ദൃശ്യങ്ങൾ MVD ശേഖരിച്ചിട്ടുണ്ട്, പോലീസ് അവർക്ക് കൈമാറിയിട്ടുണ്ട്. അതും കൂടി പരിശോധിക്കും. എന്തായാലും ഇതിൽ കൂടുതൽ നടപടി ഉണ്ടാകുക ഈ വാഹനത്തിന്റെ ഉടമയ്ക്ക് നേരെയാണ് എന്നതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ PCR നിന്നും ഈ ആകാശ് തില്ലങ്കേരി ടെലിഫോൺ ലൈനിലേക്ക് വിളിച്ചു. പക്ഷേ എടുത്തത് അച്ഛനാണ്. ആകാശ് തില്ലങ്കേരിയുടെ അച്ഛൻ ചോദിച്ച ചോദ്യം, എൻ്റെ മകൻ ഒരു വണ്ടി ഓടിച്ചെന്ന് കരുതി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കേണ്ടത് എന്ന് നമ്മോട് തിരിച്ചു ചോദിക്കുകയാണ്. ഞാൻ ആ പിതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിനോട് ഒന്നേ പറയാനുള്ളൂ. കാരണം മകനോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടൊന്നുമല്ല. കാരണം ഇത് ചെയ്തിരിക്കുന്ന നിയമലംഘനമാണ്. നാട്ടിലെല്ലാവരും പാലിക്കേണ്ട ഒരു നിയമലംഘനമുണ്ട്. അങ്ങേപ്പോലെയുള്ള ഒരു പിതാവിൻ്റെതായ കടമ നിർവഹിച്ച് മകനെ ശാസിക്കേണ്ട സമയത്ത് ശാസിച്ചിരുന്നെങ്കിൽ, ഉപദേശിച്ചിരുന്നെങ്കിൽ ഈ ദുഷ്പേരിൻ്റെ മെഡലുമായി വീട്ടിലേക്ക് ആ മകൻ എത്തില്ലായിരുന്നു എന്ന് കൂടി ഞാൻ ദയവായി ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമം കർക്കശമാക്കണം. കേന്ദ്രത്തിൻ്റെ ഒരു പൊളിച്ചെഴുത്തലൊക്കെ ഉണ്ടാകും ഇക്കാര്യത്തിലൊക്കെ എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ സാധ്യമാകുമ്പോൾ കുറച്ചുകൂടി കർക്കശമായ രീതിയിലേക്ക് ഈ സിസ്റ്റത്തെ മാറ്റാൻ കഴിയുമോ? പിന്നെ ഇന്ന് നമ്മൾ കണ്ടല്ലോ ആ ഒരു സീബ്ര ലൈനിൽ, നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ് സീബ്ര ലൈനിൻ്റെ പരിഗണന. അവിടെ പരമപ്രധാനമായിട്ട് ആർക്കാണ് ഈ സീബ്ര ലൈനിലെ ഉത്തരവാദിത്തം, അവിടേക്ക് യാത്രക്കാരൻ്റെ പ്രാധാന്യത, എന്നിട്ട് കൂടി അതൊക്കെ ഇല്ലാതാവുകയാണ്. ഒരു സ്കൂൾ കുട്ടികളെ ഇടിച്ച് തെറിപ്പിക്കുന്ന കാഴ്ചകൾ കാണേണ്ടി വരുന്ന അവസ്ഥയാണ് വടകരയിൽ നിന്ന്. എന്ത് മാറ്റം വരും?
അല്ല, ഇത് അടിയന്തര പ്രാധാന്യത്തോടെ പോലീസ് കാണണം. കാര്യം പലയിടത്തും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസിന്റെ കൂട്ട് നിന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. പോലീസിന് ആയുധമുണ്ട്, മാൻ പവർ ഉണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അതില്ല. അവരുടെ കയ്യിൽ ആയുധമില്ല. അവർ പറഞ്ഞ നാട്ടുകാർ കേൾക്കില്ല. ഇപ്പോ ഞാൻ ഈ സീബ്ര ലൈനിലെ അപകടങ്ങളെ പറ്റി പല പ്രാവശ്യം പറഞ്ഞു. അവിടെ ഡിസ്ട്രിക്ട് പോലീസ് മേധാവി ചെയ്യേണ്ടത്, ജില്ലാ പോലീസ് മേധാവി ചെയ്യേണ്ടത് ആംഡ് റിസർവിലെ പോലീസുകാരെ, AR ക്യാമ്പിലെ പോലീസുകാരെ ഹാഫ് യൂണിഫോം എന്ന് വെച്ചാൽ താഴെ കാക്കി പാന്റും മുകളിൽ സാധാ ഷർട്ട് വിട്ടിട്ട് ഓരോ സീബ്ര ലൈനിലും മൊബൈൽ ഓൺ ചെയ്ത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കണം. സീബ്ര ലൈനിൽ കാൽനടക്കാർ കടന്നാൽ വാഹനം നിർത്തിയില്ല എങ്കിൽ വൈകിട്ട് ഈ വീഡിയോ എല്ലാം കൂടി SP നോക്കിക്കൊണ്ട് അവർക്ക് 184 MV 184 എന്ന് പറഞ്ഞാൽ റെക്ലെസ് ആൻഡ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. 1000 രൂപ പിഴയാണ്. അത് അനുസരിച്ചുള്ള പിഴ കൊടുക്കുകയാണെങ്കിൽ ഇത് 1 മാസം കൊണ്ട് നിൽക്കാവുന്ന കേസേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ട് ജില്ലാ പോലീസ് മേധാവികൾ ചെയ്യണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. പോലീസുകാര് യൂണിഫോമിൽ നിന്നാൽ, അതത് സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്നാൽ ഈ പ്രൈവറ്റ് ബസ്സുകാർ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആംഡ് റിസർവിലെ പോലീസുകാരെ, ഞാൻ തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ്, സ്റ്റോപ്പിംഗ് ഒക്കെ നിർത്താനായിട്ട് അന്ന് ഹുർമീസ് തരൻ സാറിന്റെ 1 കൊല്ലത്തേക്ക് സിറ്റിയിൽ നിയമിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ കൺവെൻഷണൽ പോലീസിംഗ് കൂടാതെ 500ഓളം ഹൈവേ പെട്രോൾ വാഹനങ്ങൾ ഉണ്ടാകണം. പോലീസിന്റെ അത്രയും വണ്ടിയില്ല. നമുക്ക് ഹയർ ചെയ്യാം. ഇന്നോവ പോലെയുള്ള ടാക്സി ഹയർ ചെയ്തിട്ട് യൂണിഫോംഡ് പോലീസ് ഡയറക്ട് SI-മാരിരിക്കണം, അല്ലാതെ പ്രൊമോട്ടഡ് അല്ല. ശക്തമായിട്ട് ഏത് കേസ് കണ്ടാലും അപകടമാണെന്ന് വെച്ചാൽ 184 എഴുതി കൈ കൊടുക്കണം, 279 എടുക്കണം, അതേപോലെ 185 കിട്ടും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ അപകടം കുറയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തുടർക്കഥയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും മാധ്യമങ്ങളും ഇടപെട്ടിട്ട് ക്ഷീണിച്ചു പോകും. ഇത് ഉത്തരവാദിത്തം ജനങ്ങളിലേക്ക് വരണം. ഇപ്പോ ഒരു മാന്യദേഹത്തിന്റെ പിതാവ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകനാണ്. കാര്യം ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ 1-2 പേര് മരിച്ചാൽ വലിയൊരു തുക, ചിലപ്പോൾ ചിലടത്ത് വീട് വിറ്റ് പൈസ കൊടുക്കേണ്ട ഗതികേട് വരും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ മക്കൾ ഉത്തരവാദിത്തോടെയാണ് വാഹനം ഓടിക്കുന്നത്. എല്ലാ റെക്കോർഡ്സും ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ട്രാഫിക് നിയമങ്ങൾ പഴഞ്ചനാണ്. അത് പാലിച്ച് നമ്മൾ മറ്റ് യുവാക്കൾക്ക് മാതൃകയാകണം. ഇപ്പൊ ഏത് അപകടം ഉണ്ടായാലും മരിക്കുന്ന യുവാക്കളല്ലേ? ഏത് കുറ്റകൃത്യം ചെയ്യുന്ന യുവാക്കളല്ലേ? നമുക്കൊരു വീണ്ടും വിചാരം വേണം. അത് കുടുംബത്തിൽ വേണം, വിദ്യാലയങ്ങളിൽ വേണം, സമൂഹത്തിൽ വേണം. ഈ യുവജന സംഘടനകൾ എല്ലാവരും ഇത് ഏറ്റെടുത്തേ മതിയാവും. കാര്യം പോലീസിനെ കൊണ്ടോ മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ടോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കൊണ്ടോ ഇത് തീർത്തും പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമുക്ക് മേലെ റോഡ് അപകടങ്ങളും കുറ്റകൃത്യങ്ങളും വളർന്നിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും സമയക്കുറവുണ്ട്. തീർച്ചയായും ശ്രീ ഉപേന്ദ്രനാരായണൻ പറയുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് മാത്രമേ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയൂ. ശ്രീ ജോർജ് ജോസഫ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുണ്ടകളുടെ കാര്യത്തിലൊക്കെ സിനിമകളെ അനുകരിക്കുകയാണ്. ഈ റീൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാമൂഹ്യ വിപത്തിൽ ഈ തെറ്റായ സന്ദേശം നൽകുന്ന റീൽസിനൊക്കെ ലക്ഷോപലക്ഷം ആളുകൾ ലൈക്ക് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും, കാരണം നമുക്ക് ഗ്യാപ്പ് റോഡിലെ കാര്യം തന്നെ അവിടെ ഇടുക്കിയിൽ നിരന്തരം ഒരു ഗ്യാപ്പില്ലാതെയാണ് ഇങ്ങനെ അപകടയാത്ര, സാഹസിക യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് മാറ്റം വരുത്താൻ കഴിയും? കാരണം ഒരു സംയോജിതമായിട്ടുള്ള, കാരണം മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ആ രീതിയിൽ സംയോജിച്ചിട്ടുള്ള ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു സംവിധാനം നിലവിൽ നമുക്കുണ്ടോ? മറുപടി. അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ട്, യോജിച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. കാരണം വർക്ക് ലോഡ് അവർക്ക് കൂടിയിട്ടായിരിക്കാം. നമുക്ക് മൂന്നാറിൽ അവിടുത്തെ കണ്ടല്ലോ കഴിഞ്ഞ് കുറച്ച് ദിവസം, വിജനമാകുന്ന സ്ഥലങ്ങളിലൊക്കെ മൈനറായ കുട്ടികൾ ആ വാഹനം ഓടിക്കുന്നതിൻ്റെ ആ ഡോറിൻ്റെ അതിൽ കൂടെ അവരുടെ തലയും അവരുടെ ഹിപ്പ് വരെ വെളിയിലോട്ടിട്ട് 2-3 കുട്ടികൾ സഞ്ചരിച്ച് ഞാൻ പേടിച്ചു പോയി. ഒരു മരത്തിൽ ചെന്ന് ഇടിച്ചാൽ അതിൻ്റെ അപ്പം തന്നെ തീരും. രണ്ടാമത് എന്തൊരു റിസ്ക്കിയാണ് ആ കാണിക്കുന്ന ആ ഡ്രൈവിങ്. അപ്പോൾ ആ ഡ്രൈവർക്കെതിരായിട്ട് നടപടി, അതൊക്കെ CCTV ദൃശ്യത്തിൽ അത് തന്നെയല്ല യൂട്യൂബിനകത്തൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതൊക്കെ പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ കണ്ടെടുത്തിട്ട് ശക്തമായ നടപടി വേണം. അതുതന്നെയല്ല, നമുക്ക് ഓവർ സ്പീഡ് കൊണ്ട് എത്ര കുട്ടികളാണ് മരിക്കുന്നത്. ഇപ്പം തന്നെ പൂനെയിലൊരു സംഭവം ഉണ്ടായി. 2 IT-യിലുള്ള 2 കുട്ടികൾ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അതിൻ്റെ പുറത്തുകൂടെ 17 വയസ്സുള്ള ഒരു പയ്യൻ പോർഷോ കാർ ഓടിച്ചങ്ങ് വിട്ടു. അപ്പോൾ ആ പയ്യൻ്റെ അപ്പനെയും അപ്പൂപ്പനെയും പയ്യൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു 17 വയസ്സുള്ളതിലും, അവരെയും കൂടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിശക്തമായ നടപടി പൂനെ പോലീസ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇവിടെ കേരളത്തിൽ ശ്രീറാം വെങ്കടേഷ് മദ്യപിച്ച് വെള്ളം അടിച്ചിട്ട് ആ പത്രപ്രവർത്തകൻ ബഷീറിൻ്റെ കുടുംബം നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തുള്ള അവിടെ കൊണ്ട് ഇടിച്ച് ചപ്പി അദ്ദേഹത്തിൻ്റെ വാഹനം ആ ഓളിലോട്ട് ചേർന്ന് പൊങ്ങിയിരിക്കുന്ന കാഴ്ച ഇന്നും മറക്കാൻ ഒക്കില്ല. അപ്പോൾ അത്രയോ ആൾക്കാരാണ് ഇതുപോലെ. അതുപോലെ കവടിയാറിലെ
നമ്മുടെ ഗവർണറുടെ റെസിഡൻസിൽ കഴിഞ്ഞാൽ ഉടനെ എത്ര കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. അവിടെ കയറ് കെട്ടി അതിനകത്ത് കയറി കുരുങ്ങി ഒരു മൈനർ പയ്യൻ ബൈക്ക് ഓടിച്ചപ്പോൾ മരിച്ചു. അതുപോലെ എത്ര കുട്ടികൾ അവിടെ ഓവർ സ്പീഡ് കൊണ്ട്. അപ്പോൾ നമുക്ക് ഓവർ സ്പീഡ് പല സ്ഥലങ്ങളിലും വലിയൊരു ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. രണ്ടാമത് നമ്മുടെ വിജനമായ നമ്മുടെ ചെറിയ സൈഡ് റോഡ്, മെയിൻ റോഡിൽ പോലീസ് കാണുമെന്ന് വിചാരിച്ച സൈഡ് റോഡിൽ കൂടെ സൈലൻസർ തുറന്നു വെച്ചിട്ട് അങ്ങ് പോകുകയാണ്. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. നമുക്കൊക്കെ റോഡ് സൈഡിൽ വീട് താമസിക്കുന്നവർക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ബൈക്ക് മാത്രമല്ല, കാറും രാത്രി പോകുന്ന ആൾക്കാർ, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ചിലവർ മനഃപൂർവ്വം അതിൻ്റെ സൈലൻസർ തുറന്നു വെക്കുകയാണ്. ആ ശബ്ദവശത്തിൽ കുഞ്ഞു കുട്ടികൾ വരെ ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ ഈ സൈലൻസർ പിടിക്കണം. പോലീസ് എവിടെയെങ്കിലും പോയി നിന്നാൽ മതി. ഒരു ആഴ്ചയിൽ 2 ദിവസം രാത്രി നിൽക്കുക. ആ വഴി പോകുന്നവർ മഫ്റ്റിയിൽ പോയി നിൽക്കുന്ന യൂണിഫോം വാഹനമൊന്നുമില്ല, മഫ്റ്റിയിൽ എവിടെയെങ്കിലും ഒളിച്ച് നിന്നാൽ വണ്ടി നമ്പർ നോട്ട് ചെയ്യുക. അവനെ വാഹനം ഇനി കൊടുക്കരുത്. സൗണ്ട് പൊല്യൂഷൻ കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഗായികയുടെ അവരുടെ ചെവി ഈയിടെ തകർന്നു പോയത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത് സൗണ്ട് പൊല്യൂഷൻ നമ്മൾ അതുപോലെ വെടിക്കെട്ടായാലും ശരി, ഈ ബാസ് ലൈറ്റ് ഇതായാലും ശരി, ഹെഡ്ലൈറ്റും ഈ സൈഡിൽ പ്രശ്നം. കണ്ണിനൊക്കെ പലർക്കും പ്രശ്നമാണ്. രാത്രി വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന അവർ ഡിം അടിക്കില്ല. ഡാസ്ലിംഗ് ഹെഡ്ലൈറ്റ്സ് ആണ്. അവർ ഒരു ഡിമ്മ് പോലും അടിക്കില്ല. അതിന് പകരം അവർ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയ കുറച്ച് ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്തിട്ട് കണ്ണിലോട്ടടിച്ച് പല അപകടവും അങ്ങനെയാണ് വരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങളെല്ലാം മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും നിരന്തരം അതിൻ്റെ പുറകെ നിന്ന് അവരെ പണിഷ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു മോചനം ഇതിൽ നിന്നുണ്ടാകുകയുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്. ഒപ്പം തന്നെ ഉപേന്ദ്രനാരായണൻ, റോഡ് സുരക്ഷാ വിദഗ്ധനാണ്. എന്തായാലും തില്ലങ്കേരിയുടെ നിയമലംഘനത്തിന് പൂട്ടിടാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വരേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും ഒരു ദാക്ഷിണ്യവും ഉണ്ടാകാത്ത നടപടി വേണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി.